ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ്. നമ്മളിന്ന് ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ഒരു ക്രിസ്മസ് ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങണം. ഒരുപാട് വലുത് വാങ്ങുന്നില്ല, ചെറുത്. അതിന് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ ഒരു സ്റ്റാർ വാങ്ങണം. പിന്നെ എന്തെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും വാങ്ങും. അതിനായിട്ട് മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ ആ ഭാഗത്താണ് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഉണ്ട്, എല്ലാവരും ഉണ്ട്, മോനും പോകണ്ട. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. റെഡിയായോ അമിത്? റെഡിയായോ? എന്ത് വാങ്ങാനാ പോന്നെ? ക്രിസ്മസ് ട്രീ. ഡെക്കറേഷൻ ചെയ്യോ? എല്ലാം എടുത്തു വെച്ചോ? കൊണ്ടുപോകേണ്ട സാധനങ്ങൾ വെള്ളം എടുത്തോ? ആ സ്നാക്ക് പാക്കറ്റും കൂടെ എടുക്ക്, അതും കൂടെ എടുത്തോ. ഡോറൊക്കെ ക്ലോസ് ചെയ്തോ നോക്കട്ടെ. ഞാൻ പോകുന്നതിന് മുമ്പ് വീടിൻ്റെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഗ്യാസ് ലോക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരു ടെൻഷനായിരിക്കും. പോകുന്ന വഴിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടിറങ്ങും. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല വെയിലും, അത്യാവശ്യം നല്ല വെയിലുമായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ സമയത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് കടകളിൽ നമ്മൾ കയറി. പല തരത്തിലുള്ള ക്രിസ്മസ് ട്രീയും സ്റ്റാർസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊരു ക്രിസ്മസ് ട്രീ സെലക്ട് ചെയ്തു. പിന്നെ ഒരു സ്റ്റാറും പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു. വാങ്ങിയില്ലേ? ഭയങ്കര തിരക്കവിടെ, ഒന്നിനും പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കുണ്ട്. ഇതിവിടെ വെക്കുക, ഫ്രണ്ട് വെക്കാണ്, അകത്ത് വെക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. സെക്കൻഡ് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നല്ല സ്ഥലമാണ്. ചിലപ്പോൾ കാണും പോകുന്ന വഴിക്ക്. ആസ്റ്റിൻ്റെ അടുത്താന്ന് തോന്നില്ലേ ഇത് നേരെ പോകുന്നത്? ഈ റോഡിൽ ട്രാഫിക് ഉണ്ട്. ആസ്റ്റർ എഫ് എ സിറ്റി കൂടെ നമ്മൾ കയറി പോവാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ എന്നും അമിത്തിനെ വിളിക്കാൻ വരിക. ഈ ഭാഗത്ത്
മറ്റേ ഓഫീസ് എവിടെ ഇവരുടെ? കുറച്ച് താഴെ പോകണം. നല്ല സ്ഥലമാണ്. സൈഡിലാണ് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. കോർപ്പറേറ്റ് ഓഫീസ് ഇതാണോ? കോർപ്പറേറ്റ് ഓഫീസ്. തിരിച്ചെത്തി. വെയിറ്റ് ഉണ്ടോ അമിത്? കൊണ്ടുവച്ചു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. എന്താണ്? രാത്രി ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഫസ്റ്റ് അത് കഴിയട്ടെ. അന്നുണ്ടെ റുബിക്സ് ക്യൂബ് എടുത്തോ? എല്ലാ സാധനങ്ങളും ഇവിടെ ഫസ്റ്റ്. ഞാൻ അപ്പുറത്തെ കിച്ചൺ ഓപ്പൺ ചെയ്യാം. സാധനം വെക്കാൻ പോവാണോ അമ്മ? Rubik's Cube. Oh. ഇതെല്ലാം ഇനി അടുക്കി വെക്കണം. എല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, തേങ്ങയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പഴമുണ്ട്. അവിടെ പോകുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം വാങ്ങിയിട്ട് വരും. മാങ്ങ മേടിച്ചു, മാങ്ങ, പിന്നെ സീതപ്പഴം, മാങ്ങയാണ്. മാങ്ങ അല്ല, ഇത് തേങ്ങ. മാങ്ങ എന്തി? ഇപ്പോൾ മാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? അല്ല, അതുപോലെ പഴുത്തിട്ടില്ല. ആന്ധ്രയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം മധുരം ഉണ്ടോ. ഫസ്റ്റ് ഇതെല്ലാം എടുത്ത് അടുക്കി വയ്ക്കണം. ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നെടുത്ത്, ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്, കിളിമീൻ, ചുമന്ന മീനില്ലേ, അത് വാങ്ങിയിട്ടുണ്ട്. സ്റ്റാർ ഇട്ടു. ഇതിനകത്ത് കളേഴ്സ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്താണാവോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ വെളിയിൽ പോയിക്കാണ്. ലൈറ്റ് ഇട്ടോ? പോയിട്ട് വന്ന് കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു. എൻ്റെ അമ്മയുടെ കളറാണ്. വൈറ്റ് മതിയായിരുന്നോ? ഗോൾഡ് അല്ലേ ഭംഗി വരുന്നത്.
ഫസ്റ്റ് ടൈം അല്ലേ ക്രിസ്മസ് ട്രീ വാങ്ങുന്ന നമ്മള് ഇതുവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ആ രണ്ടാം സൈഡിൽ നോക്കാം. വെട്ടാൻ പറ്റിയിട്ടില്ല. വൈറ്റ് ചിലത് ഇവിടെ എല്ലാ വൈറ്റും മേലെ പോയി. മിക്സ് ചെയ്തിട്ട് കളർ. എന്ത് സാധനമാണ് ഈ പൊട്ടു? ഇത് എനിക്കൊന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇതിനകത്ത് ഈ ലീഫിനകത്തോട്ട് ഹാങ് ചെയ്തൊക്കെ ഇടാൻ തോന്നുന്നു കേട്ടോ. ഇല്ല ഇല്ല. ബാക്കിലോട് ബാക്കിലോട് ആ ഭാഗത്ത്. ക്രിസ്മസ് ഒക്കെ ആ സൈഡിൽ വെച്ചോ. ഇങ്ങനെ വെക്കുന്നു അല്ലേ? ആ ഇതിങ്ങനെ വേണ്ട. ആ മൂന്നെണ്ണം ഉണ്ട്. അവിടെ മാതിരിച്ചി ബെല്ല് ബെല്ലെന്താ? അപ്പൊ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. കുറച്ച് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ തോന്നുന്നു. എന്തൊക്കെയോ ഓക്കെ ഓക്കെ ആയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഏട്ടാ? ഇതെങ്ങനെ ഇവിടെ വന്നു? അമിത് അമിത് എങ്ങനെയുണ്ട്? അടിപൊളിയാ? സന്തോഷായ? കറക്റ്റ് പ്ലേസ് അല്ലേ? ആ പ്ലേസിൽ നല്ല ഷൂട്ടായിട്ട് ഇരുന്നോളൂ. ഒരുപാട് വലുതുമല്ല, ഒരുപാട് കുഴപ്പമില്ലാത്തൊരു സൈസാ. ഓക്കെ. ഒരുപാട് സൈസിലുള്ള ഭയങ്കര വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ളതാണ് വാങ്ങിച്ചത്. ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, കുറച്ച് മാത്രം. അത്യാവശ്യം അപ്പൊ ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട്. കൊള്ളാം. സ്റ്റാർ ഇട്ടില്ലേ? ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ മോനെ, അടിപൊളിയല്ലേ? സൂപ്പർ. ലൈറ്റ് എല്ലാം കൂടെ ആയപ്പോ നല്ല
നല്ലൊരു ഇമ്പ്രഷനുണ്ട്. ഗോൾഡൻ കളറാണ്, പക്ഷെ ഇതിനകത്ത് വൈറ്റ് ആയിട്ട് കാണിക്കുന്നു. ആ ലൈറ്റ് ഒന്നിടെ ഇതൊന്ന് ഓഫ് ആക്കി നോക്കട്ടെ. ലൈറ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ, നോക്കട്ടെ. ലൈറ്റ് ഫുൾ ലൈറ്റ് ഓഫ് ആക്ക്. ലൈറ്റ് ഓഫ് ആക്കൂ. ഓക്കെ, മതി വന്നിട്ട്. ഹാപ്പി ആണോ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്. കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. വീട്ടിലൊക്കെ സ്റ്റാർ മാത്രമേ ഇടാറുള്ളൂ ക്രിസ്മസിന്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ക്രിസ്മസ് ട്രീയോ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.